ഹലോ. അപ്പോഴേ ഞാനിന്ന് പറയാൻ വന്നത് നമ്മുടെ സജന ഫിറോസിനെ കുറിച്ചാണ്. മീഡിയകളിലൊക്കെ വല്ലാണ്ട് ഇങ്ങനെ കിടന്ന് കളിക്കണ ഒരു ഇതാണ്. എന്താന്ന് പറഞ്ഞാൽ സജന റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരാളിൻ്റെ ഗർഭം ധരിച്ച് അതിനെക്കുറിച്ചാണല്ലോ ഇപ്പോൾ എന്താ പറയുക, അവിഹിതം. ഈ അവിഹിതമാണ് ഇപ്പോൾ നമ്മുടെ ഫാഷനായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അവിഹിതം. അതായത് കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തോ പോട്ടെ, അവർക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല എന്ന് പറയാം. ഇത് കല്യാണം കഴിഞ്ഞ് ഒരാണിൻ്റെ കൂടെ കിടന്ന് മക്കളുണ്ടാക്കി പെറ്റ് കഴിഞ്ഞ് ഇന്നതാണ് അതിൻ്റെ സുഖം എന്ന് അറിഞ്ഞിട്ടും വീണ്ടും കണ്ട ആണുങ്ങളുടെ കൂടെ സുഖത്തിന് വേണ്ടി ഓടിപ്പോണ പെണ്ണുങ്ങളെ കുറിച്ചാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. അപ്പോൾ അറിയാലോ, സജന ഫിറോസ് നമ്മുടെ ബിഗ് ബോസ് താരങ്ങൾ. അപ്പോൾ സജിനി ഇപ്പോൾ ഗർഭിണിയാണ് എന്ന് പറയുന്നു. അത് കലക്കി കളഞ്ഞു എന്നും പറയണു. പിന്നെ റസൂൽ പൂക്കുട്ടി അവൾ അറിയാണ്ട് അവൻ്റെ ബീജം അവളുടെ വായിൽ കൂടെ ഒഴിച്ചു കൊടുത്തു എന്നും പറയണു. നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സജിന ഫിറോസിനെ കുറ്റം പറഞ്ഞത് 16 വയസ്സായ പെണ്ണിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവള് അവനിൽ നിന്ന് വേർപിരിഞ്ഞ് ഞാൻ എന്തൊക്കെയോ ആണ്, അതായത് തൊലിവെളുപ്പും മുഖസൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ എന്തൊക്കെയോ ആണ്, ആണുങ്ങൾ ഞങ്ങളുടെ വെളുപ്പിലും ഞങ്ങളുടെ മുഖസൗന്ദര്യത്തിലും വീഴും, ഒരു നേരമെങ്കിൽ ഒരു നേരം അവരുടെ കൂടെ പോയി കിടന്ന് സുഖവും അനുഭവിക്കുക, അവരുടെ കയ്യിലുള്ള കാശും പിടുങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഫാഷനായിട്ട് ഇത് നടക്കുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് ഭർത്താവും മക്കളും ഉള്ളവരും ഭാര്യയും മക്കളും ഉള്ള ആണുങ്ങളും കൂടി ചെയ്തു കൂട്ടുന്നത് കാമത്തിന് വേണ്ടി മാത്രമാണ് എന്ന് ഈ പോണ പെണ്ണും ചിന്തിക്കുന്നില്ല, പോണ ആണുങ്ങളും ചിന്തിക്കില്ല. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുള്ളതാണ്. കുടുംബജീവിതം അതായത് ഭർത്താവ് എത്ര നല്ലതല്ലാത്തതാണെങ്കിലും ഭാര്യ എത്ര നല്ലതല്ലാത്തതാണെങ്കിലും കുടുംബം, മക്കൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് അപൂർവമായിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. അതായത് ഈ കലിയുഗത്തിൽ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാഷനായിട്ട് ഭാര്യയും 3 4 മക്കളുള്ള പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് കുടുംബമുള്ള ആണുങ്ങളുടെ കൂടെ പോയി അവരുടെ സുഖം അനുഭവിക്കാൻ, ആണിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടി മാത്രം. അതായത് കല്യാണം കഴിഞ്ഞ ആണും പെണ്ണും അത് സ്നേഹം എന്ന് പറയാൻ പറ്റില്ല, അത് കാമം തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരിത്. കാമത്തിന് വേണ്ടി മാത്രമാണ് അത് പോകുന്നത്. ഇപ്പോൾ സജന എന്ന് പറയുന്നത് റസൂൽ പൂക്കുട്ടിൻ്റെ ഗർഭവും ധരിച്ച് ഫിറോസിനെ കുറ്റവും പറഞ്ഞ് ഇപ്പോൾ അടുത്ത കാമുകനും കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തിൻ്റെ ഒരുത്തൻ്റെ സാമാനം മതിയാകാണ്ടാണോ ഈ കല്യാണം കഴിഞ്ഞ് ഓരോ ആണുങ്ങളും, രണ്ടാമത്തെ ആണുങ്ങളും മൂന്നാമത്തെ ആണുങ്ങളുടെ കൂടെയും കിടന്ന് ഈ സുഖമൊക്കെ അനുഭവിച്ചിട്ട് അടുത്തത് വേറെ ഒരുത്തൻ്റെ കൂടെ നടന്ന് കുറേ സ്വർണം ഉണ്ടാക്കി, കുറേ പണം ഉണ്ടാക്കി, കുറേ വീടുണ്ടാക്കി, ഭയങ്കര സൗന്ദര്യമാണ് എന്നും പറഞ്ഞ് നടക്കുന്ന ഈ സ്ത്രീകൾക്ക് ലാസ്റ്റ് എന്താ വരുന്നതെന്നുള്ളത് ഒരിക്കലും ചിന്തിക്കണില്ല. 2 കുടുംബമാണ് തൊലിക്കുന്നത്. അതായത് ഓടിപ്പോണ പെണ്ണിൻ്റെ കുടുംബവും ആ കൊണ്ടുപോണ ആണിൻ്റെ കുടുംബവും 2 കുടുംബമാണ് തൊലഞ്ഞു പോകുന്നത്. അതായത് ഈ കാമം കൊണ്ട് മാത്രം ഉണ്ടാകുന്നത് 2 കുടുംബം തൊലയ്ക്കുന്നതാണ്. ആണ് എന്ന് പറഞ്ഞാൽ അവനും സുഖം തേടി ഒരു പെണ്ണിൻ്റെ കൂടെ പോന്നു, ആ പെണ്ണും വേറൊരു സുഖം. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്നത്, കല്യാണം കഴിഞ്ഞ പെണ്ണും ആണും ചെയ്യുന്നത് ഈ പണിയല്ലേ? ഓടിപ്പോന്ന കാമുകന്മാരും മറ്റേ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണുണ്ടോ? വേറെ വല്ല ഭാഗത്തു കൂടി ആയിരിക്കുമോ ഇനി ചെയ്തു കൊടുക്കുന്നത്? അത് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ 30 വർഷമായി ഇങ്ങനെ സന്യാസി ജീവിതവും ഇല്ല ആയിട്ട് നടക്കുന്നത്. കാരണം ഞാനും ഭർത്താവും കൂടി മിണ്ടാറില്ല. അതുകൊണ്ട് എനിക്ക് ആണ് വേണമെന്ന് തോന്നിയിട്ടുമില്ല, ഞാൻ ചെയ്യാറുമില്ല. അപ്പം ഇങ്ങനെയുള്ള പെണ്ണുങ്ങളിനെയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ അരക്കുണ്ടല്ലോ, അരക്ക് അതൊഴിച്ചിട്ട് അവളുകളുടെയൊക്കെ ഓട്ടയടച്ച് വിടണം. പോണ പെണ്ണുങ്ങളുടെ എല്ലാ പെണ്ണുങ്ങളിനെയല്ല, അങ്ങനെ കെട്ടിയവൻ പോരാണ്ട് കണ്ട ആണുങ്ങളുടെ കൂടെ പോണ പെണ്ണുങ്ങളിനെയാണ് ഞാനീ പറയുന്നത്. അങ്ങനെ പോണ ആണുങ്ങൾക്ക് അവർക്ക് അരക്കൊഴിക്കാൻ പാടില്ലല്ലോ. കാരണം അവർക്ക് നല്ല ഈളും കോലില്ലേ, അതിങ്ങനെ എണ്ണയിൽ മുക്കിയിട്ട് വിളക്കിൽ കാച്ചിയിട്ട് കയറ്റി വിടണം. അപ്പോഴേ അവർക്ക് സുഖത്തിൻ്റെ ഇത് എന്താണെന്ന് അറിയുള്ളൂ.
ഈ സമൂഹത്തിൽ ഇതൊരു ഫാഷനായിട്ട് എടുത്തിരിക്കുന്നത്. രണ്ട് കുടുംബം തൊലച്ചിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ഈ സുഖിക്കുന്നതിന് ഈ ലോകത്തിൽ ദൈവം എന്നുള്ളൊരു ശക്തി ഉണ്ടെങ്കിൽ, ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഉണ്ടെങ്കിൽ ഈ ഓടി നടന്ന ആണുങ്ങളിനെ പിടിക്കുന്ന പെണ്ണിനും ആണിനും ആ ദൈവം തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് സജിനിക്ക് എന്നല്ല, ഫിറോസിന് എന്നല്ല, ഈ ലോകത്ത് മക്കളിനെ വിട്ടിട്ട് പോണ പെണ്ണിനും മക്കളിനെയും ഭാര്യനെയും വിട്ടിട്ട് പോണ ആണുങ്ങൾക്കും ദൈവം അതിനുള്ള ജീവിതത്തിൽ ഇനി അവർ കാമെന്ന് പറയുന്നത് എടുക്കാൻ പാടില്ല. അങ്ങനത്തെ ആയിരിക്കണം അവർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. അപ്പോൾ ഓക്കെ, ബൈ.